ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. ആദ്യമായി 4th സെമസ്റ്റർ BBA ക്ലാസ്സുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പുതിയൊരു സെം ആരംഭിക്കുകയാണ്. പുതിയ സെമ്മിലെ എല്ലാ സബ്ജക്റ്റുകളെക്കുറിച്ചും വിശദമായിട്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ദെൻ അതിലെ ഞാനെടുക്കുന്ന മെയിൻ പേപ്പർ എന്ന് പറയുന്നത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആണ്. അതേസമയം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ചെറിയ പാർട്ട് കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ പാർട്ട് രഞ്ജി സാറും അതേസമയം അതിൽ 1-2 മൊഡ്യൂൾസ് ഞാനും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ദെൻ ഫസ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സിലബസിനെ കുറിച്ചിട്ടാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 4th സെമസ്റ്റർ നമ്മൾ പഠിക്കേണ്ട പേപ്പർ കോസ്റ്റ് അക്കൗണ്ടിങ്. ആ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എല്ലായ്പ്പോഴും പറയാറുള്ള പോലെ തന്നെ 5 മൊഡ്യൂൾസാണുള്ളത്. Then first module is cost accounting, definition, features, scope, objectives, then difference between financial accounting and management accounting and cost accounting. ഇത്രയും ടോപ്പിക്കാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ മെറ്റീരിയൽ ആൻഡ് ലേബർ കോസ്റ്റ്, അതായത് കമ്പ്യൂട്ടേഷൻ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ലേബർ കോസ്റ്റ് എക്സെട്ര. ദെൻ തേർഡ് മൊഡ്യൂൾ ഓവർഹെഡ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ്. ഓവർഹെഡും അതുപോലെ തന്നെ കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷനുമാണ് തേർഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ദെൻ ഫോർത്ത് മൊഡ്യൂൾ ഈസ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്, ദറ്റ് ഈസ് ജോബ് ഓർഡർ കോസ്റ്റിംഗ്, ഫീച്ചേഴ്സ് എക്സെട്ര. ദെൻ ലാസ്റ്റ് ഫിഫ്ത്ത് മൊഡ്യൂൾ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ദെൻ മാർജിനൽ ടെക്നിക്സ്. അപ്പോൾ 5 മൊഡ്യൂൾസാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിക്കാനുള്ളത്. അതിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് മൊഡ്യൂളിലെ ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് മീനിങ്, സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ, എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്, കോസ്റ്റ് യൂണിറ്റ്, കോസ്റ്റ് സെൻറ്റർ, ടൈപ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. ദെൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ വാട്ട് ഈസ് മീൻ ബൈ കോസ്റ്റ്? കോസ്റ്റ് മീൻസ് എക്സ്പെൻസസ് ഇൻക്യൂർഡ് ഫോർ പ്രൊഡക്ഷൻ, ദറ്റ് ഈസ് കോൾഡ് ആസ് കോസ്റ്റ്. ദെൻ ഫസ്റ്റ് പാർട്ട് നമുക്ക് അറിയാം. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് മീൻസ് എക്സ്പെൻസസ് ഇൻക്യൂർഡ് ഫോർ പ്രൊഡക്ഷൻ. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടാകാവുന്ന എക്സ്പെൻസസിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, അതാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ദെൻ അക്കൗണ്ടിങ് ഈസ് കൺസിഡേർഡ് ആസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. നമുക്കറിയാം ഇപ്പോഴും ഇവിടെ നമുക്ക് പഠിക്കുന്ന നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ സാധാരണ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? അക്കൗണ്ടിങ് ഈസ് കൺസിഡേർഡ് ആസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. സെയിം ടൈം നമ്മൾ പറയാറുണ്ട് അക്കൗണ്ടിങ്ങിനെ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, സെക്കൻഡ് വൺ ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് തേർഡ് വൺ ഈസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ദെൻ ഇതാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മളെപ്പോഴും പഠിച്ചിരിക്കുന്നതും നിങ്ങൾ പഠിച്ചിട്ടുള്ളതും ഏതാണ്? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. അപ്പോൾ ആദ്യം അതെന്താണ് എന്നുള്ളത് ആദ്യം പരിചയപ്പെടുത്തി തരാം. നമ്മളെപ്പോഴും പറയാറുണ്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അതായത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആ ഒരു ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ് അതിൻ്റെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് കൺസേൺ കമ്മ്യൂണിറ്റി ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ദ പാർട്ടീസ് ഔട്ട്സൈഡ്. ശരിക്കും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ്സിൻ്റെ ലാഭമോ നഷ്ടമോ എന്തായാലും അത് ഷെയർ ചെയ്യപ്പെടുന്നത്, അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത് ഏതിലൂടെയാണ്? ദെൻ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ബിസിനസ് ലാംഗ്വേജിലൂടെയാണ് നമുക്കത് മനസ്സിലാവുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് branches of accounting. Branches of accounting accounting may be classified into 3. That is, the first one is financial accounting, second one is cost accounting, and third one is management accounting. Then financial accounting. First one is financial accounting. Financial accounting is art of recording, classifying and summarizing financial transaction in a systematic manner and interpreting the result thereof. It is concerned with ascertainment of profit or loss and financial position through the preparation of profit and loss account and balance sheet.
ദെൻ അവിടെ ഫസ്റ്റ് വൺ ഈസ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആണെന്ന് പറഞ്ഞു. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഇസ് എ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയറോഫ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബ്രാഞ്ചാണ്. തീർച്ചയായിട്ടും അത് വെച്ചാൽ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ഇൻ്റർപ്രറ്റ് ചെയ്യുകയും അതിൽ നിന്ന് ഒരു മീനിങ് ഫുൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ നമ്മൾ പറയുന്നുണ്ട് ഫൈനാൻഷ്യൽ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിഫ്ലക്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ കമ്പനി. സെയിം ടൈം ബാലൻസ് ഷീറ്റ് റിഫ്ലക്ട് ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ കമ്പനി. അപ്പോൾ അത് നിങ്ങൾക്കറിയാം. ദെൻ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്ന് പറയാം. അപ്പോൾ എല്ലാം ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് കൊണ്ട് ചെയ്യാൻ പറ്റാതെ ചില ലിമിറ്റേഷൻസ് ഉണ്ട് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്. ആ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങോ പഠിക്കുന്നത്. അപ്പോൾ ദെൻ ഇവിടെ സെക്കൻഡ് വൺ ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ്. Cost accounting is the process of ascertaining cost of production. It is concerned with ascertainment and reporting of cost data to help the managers in decision making and controlling cost. Then അവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അസർട്ടൈൻ ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്കറിയാം ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ ലാഭവും നഷ്ടവും മനസ്സിലാക്കുകയും അത് പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനൊക്കെ ആയിട്ട് നമുക്കത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട്, അതായത് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്നതോറുന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കാം. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. It is concerned with ascertainment and reporting of cost data to help the managers in decision making and controlling cost. അവിടെ cost accounting is the process of ascertaining cost of production. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അസർട്ടൈൻ ചെയ്യുന്ന, അതായത് എത്രമാത്രം എക്സ്പെൻസ് ആയി എന്ന് അസർട്ടൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ കോസ്റ്റ് accounting is the process of ascertaining cost of production. It is concerned with ascertainment and reporting of cost data to flight mode. It is with ascertainment and reporting of cost data to help the managers in decision making and controlling cost. ശരിക്കും കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന വൺ ഓഫ് ദി ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അതിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക, ഒരു പ്രൊഡക്റ്റ് കോസ്റ്റ് മനസ്സിലാക്കാനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് എ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് അസർട്ടൈനിങ് ആൻഡ് റിപ്പോർട്ടിംഗ് കോസ്റ്റ് ഡാറ്റ ടു ഹെൽപ്പ് ദ മാനേജേഴ്സ് ഇൻ decision making it is a concern that is decision making and controlling cost. അവിടെ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യണം. മാനേജ്മെൻറ്റ് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യണം, ശരിയായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യണം. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് അസർട്ടൈൻമെൻറ്റ്. അവിടെ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് എ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കണക്കാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് അസർട്ടൈൻമെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് കോസ്റ്റ് data to help the managers in decision making and controlling cost. ശരിക്കും മാനേജേഴ്സിന് ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും അതേസമയം കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ശരിക്കും കോസ്റ്റിനെ കുറിച്ച്, കോസ്റ്റ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കും. കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ തന്നെ പഠിച്ചിട്ടുണ്ട്. കോസ്റ്റ് മീൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ദെൻ ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ എ പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാകുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റിലെ ഫിക്സഡ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ അസർട്ടൈൻമെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് കോസ്റ്റ് ഡാറ്റ ടു ഹെൽപ്പ് ദ മാനേജേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോളിങ് കോസ്റ്റ്. കോസ്റ്റ് കൺട്രോൾ ചെയ്യാനോ അതുമല്ലെങ്കിൽ നമ്മളവിടെ പറയുന്നത് ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനോ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന വൺ ഓഫ് ദി പ്രോസസ്സ് കൂടിയാണ് അവിടെ ഇത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനുള്ള ടെക്നിക്സ് ഒന്നും നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സാധിക്കുന്നില്ല. അപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി അനദർ ടെക്നിക്സ് ആണ് ഇത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്.
Then next one is, third one is management accounting. Management accounting is concerned with providing accounting information to the management to assist in planning, policy formulation and decision making process. Then അപ്പോൾ 3 branches ആണെന്ന് പറഞ്ഞു. അതിൽ തേർഡ് വൺ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. Management accounting is concerned with providing accounting information to the management to assist planning, policy formulation and decision making process. അതായത് അവിടെ നമ്മൾ പറയുന്നത് മാനേജ്മെൻറ്റിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് കൺസേൺ വിത്ത് പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റ് ടു അസിസ്റ്റ് ഇൻ പ്ലാനിങ്, പോളിസി ഫോർമുലേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. മാനേജ്മെൻറ്റിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനോ ചില പോളിസീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ജനറൽ ഗൈഡ് ലൈൻസിനെയാണ് പോളിസീസ് എന്ന് പറയുന്നത്. ദെൻ ആൻഡ് ഓൾസോ ഹെൽപ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ സെലക്ട് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്, ഇതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് എന്ത് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താ? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് എ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. അതിൻ്റെ ഫലത്തിൽ നമുക്ക് റിസൾട്ട് ഐഡൻറ്റിഫൈ. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് അസർടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഓൾസോ ഫൈനാൻഷ്യൽ പൊസിഷൻ ത്രൂ ദ പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അതാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓരോ ദിവസം ഉണ്ടാകാവുന്ന അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഫൈനലി ലാഭമാണോ നഷ്ടമാണോ എന്ന് അസർട്ടൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതോ? കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് അസർട്ടൈൻമെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് കോസ്റ്റ് ഡാറ്റ ടു ഹെൽപ്പ് ദ മാനേജേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ what is meant by cost accounting? Cost accounting is the process of ascertainment of cost of production. Cost accounting is the process of ascertainment of cost of production. It is concerned with ascertainment and reporting of cost data to help the managers in decision making and controlling cost. Okay, then next one is management accounting. Management accounting is very helpful. Then management accounting is concerned with providing accounting information to the management to assist in planning, policy formulation and also decision making process. Then cost accounting is a branch of accounting developed mainly because of the limitation of financial accounting. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് കാപ്പബിൾ ഓഫ് സാറ്റിസ്ഫൈങ് ദ അക്കൗണ്ടിങ് നീഡ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഫുൾ. ദെൻ ഇൻകാപ്പബിൾ, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പൂർണ്ണമായിട്ട് നമുക്കത് കാപ്പബിൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാനോ പ്ലാൻ ചെയ്യാനോ കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സോ കോസ്റ്റ് ക്ലാസിഫിക്കേഷനോ ഒന്നും തന്നെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് ലഭ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് incapable of satisfying the accounting needs of management in full. And changing business environment has made accurate cost data essential for decision making. Cost accounting thus emerged as a supplementary branch of accounting to meet the growing needs of management. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കോസ്റ്റ് അക്കൗണ്ടിങ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ദെൻ വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്? ദെൻ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലിമിറ്റേഷൻ ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. Financial accounting is the basic accounting system that records all transaction in proper books of accounts. നിങ്ങൾക്കറിയാം ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ്. ഇറ്റ് റെക്കോർഡ്സ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് വാല്യുബിൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു സപ്ലയേഴ്സ്, ബാങ്ക്സ്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സെട്ര, എംപ്ലോയീസ്. ശരിക്കും ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അത് യൂസ്ഫുൾ ആണ്. Then it provides valuable account information to suppliers, banks, government departments, employees, shareholders and the management. ഇവരിലേക്കൊക്കെ അത് ഷെയർ ചെയ്യപ്പെടുന്നു. However, it is unable to provide all the information needed by the management to direct and control the organization. Then what are some limitations of financial accounting? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ. അതായത് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് സോ ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ. അതാണ് പറയാറുള്ളത് വൺ ഓഫ് ദി ലിമിറ്റേഷൻ. ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ഇൻ ക്യാരക്ടർ. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു കോസ്റ്റ് ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഇൻക്വേർഡ്. അവിടെ നമ്മൾ പറയാറുള്ളത് ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ഇൻ ക്യാരക്ടർ.
ഹിസ്റ്റോറിക്കൽ ഇൻ ക്യാരക്ടർ, കഴിഞ്ഞു പോയതാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു കോസ്റ്റ് ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഇൻകേർഡ്. ഇപ്പോഴും അതിനെ തുടർന്ന് നമുക്കൊരു ഡിസിഷൻ, ഒരു മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല. അത് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യപ്പെടും. വൺ ഓഫ് ദി ലിമിറ്റേഷൻ ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ഇൻ character. Then next one is it discloses the profit or loss of the organization as a whole. It does not give product wise or process wise profit or loss. Then നമ്മുടെ സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഇറ്റ് ഡിസ്ക്ലോസേഴ്സ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആസ് എ വോൾ. ഒരു സ്ഥാപനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ലാഭം എത്രയാണെന്നോ നഷ്ടം എത്രയാണെന്നോ വ്യക്തമാക്കി തരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഗീവ് പ്രൊഡക്റ്റ് വൈസ് ഓർ പ്രോസസ് വൈസ് പ്രോഫിറ്റ് ഓർ ലോസ്. ഈ പ്രൊഡക്റ്റ് കൊണ്ട് എത്രമാത്രം ലാഭം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിനെ കുറിച്ചോ ആ പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റിനെ കുറിച്ചോ വ്യക്തമാക്കുന്നില്ല. അപ്പോൾ എന്താ അതിൽ വ്യക്തമാക്കുന്നത്? ഇറ്റ് ഡിസ്ക്ലോസ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. ഒരു സ്ഥാപനത്തിൻ്റെ മുഴുവൻ ലാഭത്തെയും മുഴുവൻ നഷ്ടത്തെയും ഒരേ സമയം റിഫ്ലക്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ അവിടെ സെക്കൻഡ് വൺ ഓഫ് ദി ലിമിറ്റേഷനാണ്. നമുക്കിപ്പോൾ വേണമെന്ന് വെച്ചാൽ എങ്ങനെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും, ഈ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് എന്ത് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുന്ന പ്രൊഡക്റ്റ് വൈസ് ക്ലാസിഫിക്കേഷനൊന്നും എവിടെ സാധ്യമല്ല, അതിൽ സാധ്യമല്ല. Then third point is it does not help in controlling cost of production. It does not help in controlling cost of production. ഒരിക്കലും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്കറിയാലോ, ഒരു 10 രൂപയുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് നമ്മൾ മാർക്കറ്റിലെ ശരിക്കും ഒരു കോസ്റ്റ് 10 രൂപയാണെങ്കിൽ 2 രൂപ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്തുകൊണ്ട് 12 രൂപയ്ക്കായിരിക്കും നമുക്ക് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വിൽക്കേണ്ടി വരിക. ആ സമയത്ത് 12 രൂപ എന്ന് പറയുന്നത് 13 രൂപയാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 രൂപ ലാഭം എന്നുള്ളത് 3 രൂപയാക്കി മാറ്റണമെങ്കിൽ അവിടെ 10 രൂപയിൽ നിന്ന് കോസ്റ്റിന് 9 രൂപയിലേക്ക് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ ഇറ്റ് ഡസ് നോട്ട് അങ്ങനെ കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ്, എങ്ങനെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, ഇഫക്റ്റീവ് നമ്മൾ അതിനൊരുപാട് സ്റ്റെപ്സ് നമുക്കറിയാം. ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അല്ലേ, മിനിമൈസ് ദ വേസ്റ്റേജ്, അങ്ങനെ കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സിലൂടെ പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചിലവ് കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. അവിടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇറ്റ് ഡസ് നോട്ട് ഹെൽപ്പ് ഇൻ കൺട്രോളിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നതാണ്. ദെൻ ഫോർത്ത് പോയിന്റ് ഈസ് it does not provide data for comparison of cost between products, process and departments. It does not provide data for comparison of cost between product, process and department. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോഫിറ്റുകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റിനെ കുറിച്ചിട്ടോ അതേപോലെ തന്നെ ചില പ്രോസസ് പാറ്റേൺസിനെ കുറിച്ചിട്ടുള്ള കമ്പാരിസൺ ഒന്നും ഏതിൽ സാധ്യമല്ല, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സാധ്യമല്ല. അപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്? ഇറ്റ് is historical in character. Second point, it discloses the profit or loss of organization as a whole. Third point, it does not help in controlling cost of production. And fourth point is it does not provide data for comparison of cost between product, process and department. ആ പോയിന്റിൽ പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ഡാറ്റ ഫോർ കമ്പാരിസൺ, അതായത് കമ്പാരിസൺ ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് നമുക്ക് അവൈലബിൾ അല്ല. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ഡാറ്റ ഫോർ കമ്പാരിസൺ കോസ്റ്റ് ബിറ്റ്വീൻ പ്രോഡക്റ്റ്, പ്രോസസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫിഫ്ത്ത് പോയിന്റ് ഈസ് it does not provide data for rewarding the efficient workers and punishing the inefficient. It does not provide data for rewarding the efficient workers. നമുക്ക് അവിടെ പറയാറുണ്ട് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനും. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ഡാറ്റ ഫോർ റിവാർഡിങ് ദ എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ആൻഡ് പണിഷിങ് ദ ഇൻഎഫിഷ്യൻറ്റ് പേഴ്സൺ. ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ പണിഷ്മെൻറ്റ് കൊടുക്കാനോ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യാനോ നമുക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതൊന്നും ഏതിൽ സാധ്യമല്ല, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സാധ്യമല്ല. അപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ഇൻ ക്യാരക്ടർ. ദെൻ സെക്കൻഡ് പോയിന്റ്, വാട്ട് ആർ ദി ലിമിറ്റേഷൻ ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഹിസ്റ്റോറിക്കൽ ഇൻ ക്യാരക്ടർ? ഇറ്റ് ഡിസ്ക്ലോസ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആസ് എ whole. Then it does not help in controlling the cost of production. Then fourth point is it does not provide data for comparison of cost between product, process and department. And fifth point is it does not provide data for rewarding the efficient workers and punishing the inefficient people.
Then next, it does not provide sufficient cost data to fix the selling price of goods and services, and it does not provide to the management adequate data for decision making. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരിക്കലും ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആർക്ക് കൊടുക്കുന്നില്ല, ദെൻ മാനേജ്മെൻറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. In financial accounting system, accounts are not classified so as to give data for each product, process or department. അതായത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിലെ അക്കൗണ്ട്സ് ആർ നോട്ട് ക്ലാസിഫൈഡ് സോ ആസ് ടു ഗിവ് ഡാറ്റ ഫോർ ഈച്ച് പ്രോഡക്റ്റ്, പ്രോസസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ഇത്രയാണ് നമുക്ക് പറയുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഇതുപോലെയുള്ള പ്രൊഡക്റ്റ് ക്ലാസിഫിക്കേഷനോ പ്രോസസ് ക്ലാസിഫിക്കേഷനോ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലാസിഫിക്കേഷനോ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ദെൻ ഇവിടെ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് ആർ നോട്ട് ക്ലാസിഫൈഡ് സോ ആസ് ടു ഗിവ് ഡാറ്റ ഫോർ ഈച്ച് പ്രോഡക്റ്റ്, പ്രോസസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ദീസ് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എന്താ? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇത്രമാത്രം ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ലിമിറ്റേഷൻസ് എല്ലാം വെച്ചാൽ ഒരു പരിധിവരെ അത് ഓവർകം ചെയ്യാനായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് ഇത്. ദെൻ നെക്സ്റ്റ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റിംഗ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് വാട്ട് ഈസ് മെൻ ബൈ കോസ്റ്റിംഗ്, ഡെഫിനിഷൻ ഓഫ് കോസ്റ്റിംഗ്. ദെൻ the Institute of Cost and Management Accountants, ICMA, England has defined costing as the technique and process of ascertaining cost. The Institute of Cost and Management Accountants, England has defined costing as the technique and process of ascertaining cost. What is meant by costing എന്ന് പറയുമ്പോൾ costing is the technique of process of ascertaining cost. അതായത് കോസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ടെക്നിക്സ് ഓർ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് അല്ലെങ്കിൽ വൺ ഓഫ് ദി പ്രോസസ് ദാറ്റ് ഈസ് കോൾഡ് ആസ് കോസ്റ്റിംഗ്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ The Institute of Cost and Management Accountants defines costing. കോസ്റ്റിങ്ങിന് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് ഇത് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കോസ്റ്റിംഗ് റിലേറ്റഡ് ടു ദ അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ഓർ സർവീസസ് റെൻറ്റേഡ്. കോസ്റ്റിംഗ് റിലേറ്റ്സ് ടു ദ അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ്, cost of a product produced or service rendered. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കോസ്റ്റിൻ്റെ അസർട്ടൈൻമെൻറ്റോ അതല്ലെങ്കിൽ ആ സർവീസസിൻ്റെ കോസ്റ്റിനെയാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റിംഗ് റിലേറ്റ്സ് ടു ദ അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ഓർ സർവീസ് റെൻറ്റേഡ്. നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സേവനത്തിന് എത്രമാത്രം എക്സ്പെൻസ് വരുന്നുണ്ട്, ദെൻ അത് അസർട്ടൈൻ ചെയ്യുന്ന പ്രോസസ്സോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റോ അസർട്ടൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് cost ascertainment. Costing means the techniques and process of cost ascertainment. Technique means the principles and rules used to ascertaining the cost. Process means the day-to-day routine of ascertaining cost. ഇവിടെ പറയുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്. അപ്പോൾ ടെക്നിക് എന്ന് പറയുന്നത് സം പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് യൂസ്ഡ് ടു അസർട്ടൈനിങ് ദ കോസ്റ്റ്. കോസ്റ്റ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടെക്നിക്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രോസസ് മീൻസ് ദ ഡേ ടു ഡേ റൂട്ടീൻ ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റൂട്ടീൻ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലായി. എന്താ വാട്ട് ഈസ് മെൻ ബൈ കോസ്റ്റിംഗ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? കോസ്റ്റിംഗ് മീൻസ് ഇറ്റ് ഈസ് എ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. The next one is definition of cost accounting. Definition of cost accounting. Then ICMA, that is Institute of Cost and Management Accountants. England has defined as cost accounting as the process of accounting for cost from the point at which expenditure is incurred or committed to the establishment of its ultimate relationship with cost centers and cost units. That is cost accounting. ഇതുവരെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് കോസ്റ്റിംഗ് എന്നാണ് പറഞ്ഞത്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ആസ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്.
കോസ്റ്റ് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് ടെക്നിക്സിനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ് ഫ്രം ദ പോയിന്റ് അറ്റ് വിച്ച് എക്സ്പെൻഡിച്ചർ ഈസ് ഇൻഗേർഡ്. പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ ഓർ കമ്മിറ്റഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അൾട്ടിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് കോസ്റ്റ് സെൻറ്റേഴ്സ് ആൻഡ് കോസ്റ്റ് യൂണിറ്റ്. അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സെൻറ്റർ, കോസ്റ്റ് സെൻറ്റർ, അതേപോലെ തന്നെ കോസ്റ്റ് യൂണിറ്റ്, എത്ര ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, അതായത് ഇന്ന ഏരിയയിൽ വെച്ചിട്ട് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്, അവിടെ ഇത്രമാത്രം എക്സ്പെൻസ് വന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ എക്സ്പെൻസസ് വന്നിട്ടുണ്ട്, ഫാക്ടറി ഓവർ ഹെഡ് വന്നു, അങ്ങനെ ഒരുപാട് എക്സ്പെൻസുകൾ വന്നിട്ടുണ്ട്. ഇതിനെയാണ് നമ്മളവിടെ എന്ത് പറയുന്നത്, എക്സ്പെൻഡിച്ചർ ഈസ് ഇൻക്രിയേഡ്, ദറ്റ് ഈസ് ഓർ കമ്മിറ്റഡ്, അവിടെ എത്രമാത്രം എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ കോസ്റ്റ്, അതാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. സെയിം ടൈം അവിടെ കോസ്റ്റ് യൂണിറ്റ്, ദ വോള്യൂം ഓഫ് ഔട്ട്പുട്ട്, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഈ ഒരു എക്സ്പെൻസ് വന്നിരിക്കുന്നത്, അതിനെയാണ് വോള്യൂം ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ ഇത് കണക്കാക്കുന്ന സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വാട്ട് ഈസ് മെൻ ബൈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോസ്റ്റ് അക്കൗണ്ടിങ് ആസ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ ദ കോസ്റ്റ് ഫ്രം ദ പോയിന്റ് അറ്റ് വിച്ച് എക്സ്പെൻഡിച്ചർ ഈസ് ഇൻക്യൂർഡ് ഓർ കമ്മിറ്റഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അൾട്ടിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് കോസ്റ്റ് സെൻറ്റേഴ്സ് ആൻഡ് കോസ്റ്റ് യൂണിറ്റ്. Then next one is cost accounting is the formal accounting procedure to ascertain the cost of production. It includes the recording and accounting of all costs incurred from the very beginning of manufacturing operation till the sale of finished goods. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആരംഭിക്കുന്നിടത്ത് നിന്ന് തന്നെ അത് അവസാനിക്കുന്ന മാനുഫാക്ചറിങ് ഓപ്പറേഷൻ ടിൽ ദ സെയിൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്, അത് അവസാനിക്കുന്ന വരെയുള്ള എല്ലാ കോസ്റ്റുകളും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് കണക്കാക്കുന്ന വൺ ഓഫ് ദി ഫോർമൽ അക്കൗണ്ടിങ് പ്രോസസ്സാണ് അവിടെ എന്ത്, കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് മെൻ ബൈ ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസി. Cost accountancy, ICMA, defines, England has defined cost accountancy as the application of costing and cost accounting principles, methods and techniques to the science, art and the practice of cost control and ascertainment of profitability. It includes the presentation of information derived therefrom for the purpose of managerial decision making. അവിടെ കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ദ അപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്സിൻ്റെ അപ്ലിക്കേഷനെയാണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ദ അപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ടു ദ സയൻസ്, ആർട്ട് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് അസർടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി, എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളത്. അതിൽ കോസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം, കോസ്റ്റ് അക്കൗണ്ടിങ് പ്രോസസ്സിനെ കുറിച്ച്, അതിൻ്റെ ടെക്നിക്സിനെ കുറിച്ച്, സോ ഇറ്റ് ഈസ് എൻ ആർട്ട്, സോ ഇറ്റ് ഈസ് എൻ സയൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അസർടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി, ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ഡിറൈവ്ഡ് ദെയർ ഫ്രം ഫോർ ദി പർപ്പസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. ഒരു മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആണോ. അപ്പോൾ ദെൻ ദാറ്റ് ഈസ് കോൾഡ് ആസ് കോസ്റ്റ് അക്കൗണ്ടൻസി. And then cost accountancy is the science, art and practice of cost accountant. It is the science because it is a systematic body of knowledge having certain principles that a cost accountant should follow. It is an art as it requires special skill on the part of the cost accountant to apply the costing principles. It is a practice as it involves continuous work of a cost accountant in the field of cost accountancy. Then difference between costing and cost accounting. What are the difference between costing and cost accounting? Even though both are the concerned with ascertainment and control of cost of production, the terms costing and cost accounting differ in several aspects. Then the important differences are, first one is costing is just ascertainment of cost. Cost accounting is a formal mechanism for ascertainment of cost. ദെൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ് കണക്കാക്കാനുള്ള മെത്തേഡിനെയാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ അതായത് അത് നമുക്ക് മനസ്സിലാക്കുമല്ലോ എന്താ കോസ്റ്റിംഗ്. കോസ്റ്റിംഗ് ഈസ് ജസ്റ്റ് അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്, എത്രമാത്രം എക്സ്പെൻസ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ഉള്ളൊരു ടെക്നിക്സ് ആണ് ഇത് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് എ ഫോർമൽ മെക്കാനിസം ഫോർ കോസ്റ്റ് അസർടൈൻമെൻറ്റ്.
ഒരു ഫോർമൽ ആയിട്ടുള്ളൊരു മെക്കാനിസമാണ് അവിടെ എന്ത് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ടേമാണ്. കോസ്റ്റിംഗ് ജസ്റ്റ് ഫോർ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ടെക്നിക്സ് ഫോർ അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്. Cost accounting is a formal mechanism for cost ascertainment. Then second one is costing involves cost ascertainment through many forms, formal or informal, but cost accounting involves cost ascertainment through formal accounting system. ഒരു ഫോർമൽ പ്രൊസീജിയർ ആണ് അവിടെ എന്ത്, ഫോർമൽ പ്രൊസീജിയറാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്നാൽ കോസ്റ്റിംഗ് ഇൻവോൾവ്സ് അവിടെ ദെൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കോസ്റ്റിംഗ് ഇൻവോൾവ്സ് കോസ്റ്റ് അസർടൈൻമെൻറ്റ് ത്രൂ മെനി മീൻസ് ഫോർമൽ ഓർ ഇൻഫോർമൽ. കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫോർമൽ ആവാം, ഇൻഫോർമൽ ആവാം. കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻവോൾവ്സ് കോസ്റ്റ് അസർടൈൻമെൻറ്റ് ത്രൂ ഫോർമൽ അക്കൗണ്ടിങ് സിസ്റ്റം. ദെൻ തേർഡ് വൺ, കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ദ ബേസിസ് ഫോർ കോസ്റ്റിംഗ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കോസ്റ്റിങ്ങിൻ്റെ ഒരു ബേസിസ് ആണ്. ദസ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദ മീൻസ് വൈൽ കോസ്റ്റിംഗ് ഈസ് ദ എൻഡ്. Cost accounting provides the basis for cost. Thus cost accounting is the means while costing is the end. കോസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അവസാനിക്കുന്നിടത്തു നിന്നാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ആരംഭിക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ദ ബേസിസ് ഫോർ കോസ്റ്റ്. Then next one is the scope of costing is narrow while that of cost accounting is broad. Costing is concerned with ascertainment only. Cost accounting is concerned with preparation of statistical data and ascertainment of profitability also. Then next one is scope of cost accounting. Scope of cost accounting. What are the scope of cost accounting? Scope of cost accounting is very wide. It includes some points. First one is cost ascertainment. Second one is ascertainment of profitability. Then third point is cost presentation. And fourth point is cost comparison and cost control, cost reduction and cost audit. These are the scope of cost accounting. Very important point. Cost accounting the scope ennaanu. First one is cost. Scope means the depth of a subject. Depth and എന്താ പറയുക width, അതായത് ഒരു സബ്ജക്റ്റിൻ്റെ ആഴവും ഡെപ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ സബ്ജക്റ്റ് ഈസ് കോൾഡ് ആസ് സ്കോപ്പ്. അവിടെ നമ്മൾ അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ എല്ലാതും പഠിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ സ്കോപ്പ് ഓഫ് ദാറ്റ് സബ്ജക്റ്റ് പഠിക്കുന്ന പോലെ തന്നെ ഇവിടെയും സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ദെൻ ദ സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് വെരി വൈഡ്. ഫസ്റ്റ് വൺ ഈസ് കോസ്റ്റ് അസർടൈൻമെൻറ്റ്. കോസ്റ്റ് അസർടൈൻമെൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു അസർടൈൻ ദ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ്, സർവീസ്, ജോബ്. ഒരു പ്രോഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജോലിയുടെയോ കോസ്റ്റ് കണക്കാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് അസർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വൺ ഓഫ് ദി സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് കോസ്റ്റ് അസർടൈൻമെൻറ്റ്. First point is cost ascertainment. Cost ascertainment refers to ascertainment of cost of a product, cost of a service or cost of a job. It is one of the important aspect of cost accounting. Cost ascertainment is done through collection of cost, analysis of cost, linking of various expenses to the product, service or job. അപ്പോൾ ഇതാണ് കോസ്റ്റ് അസർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എന്താ കോസ്റ്റ് അസർടൈൻമെൻറ്റ് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ കോസ്റ്റ് അസർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ്, സർവീസ് ഓർ ജോബ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ദ കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഈ കോസ്റ്റ് അസർടൈൻമെൻറ്റ് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണക്കാക്കുകയോ ഒരു ജോലിയുടെ കോസ്റ്റ് കണക്കാക്കുകയോ അതല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ കോസ്റ്റ് കണക്കാക്കുകയോ ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് അസർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. It is one of the important aspect of cost accounting. Cost ascertainment is done through collection of cost, analysis of cost, and linking of various expenses to the product, service or job. Then second point is ascertainment of profitability. പ്രോഫിറ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം കോസ്റ്റ് മനസ്സിലാക്കുക, സെക്കൻഡ് പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കുക. കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ടു അസർടെയിൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ഓർ സർവീസ്. ഇറ്റ് ഡിറ്റർമിൻ ദ പൊട്ടൻഷ്യൽ ഓഫ് ഈച്ച് പ്രോഡക്റ്റ്, സർവീസ് ഓർ ജോബ് ടു മേക്ക് ദ പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ഓൾസോ അസർടെയിൻസ് ദ ആക്ച്വൽ പ്രോഫിറ്റ് മെയ്ഡ് ബൈ ദം. കോസ്റ്റ് അക്കൗണ്ടിങ് helps the management to ascertain the profitability of each product, service or job. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്നോ അല്ലെങ്കിൽ നമ്മളെടുത്ത അല്ലെങ്കിൽ ഒരു ജോലിയുടെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റബിലിറ്റി എത്രയാണെന്നോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സേവനത്തിന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റബിലിറ്റി എത്രയാണെന്നൊക്കെ കണക്കാക്കുക എന്ന് പറയുന്നതാണ്
പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റിവാർഡ് ഫോർ റിസ്ക് അല്ലേ. ഇറ്റ് ഈസ് എ റിവാർഡ് ഓഫ് ബിസിനസ്. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെയോ നമ്മൾ ഏറ്റെടുക്കുന്ന റിസ്കിൻ്റെയോ ഒക്കെ നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടായിരിക്കും എന്ന് കണക്കാക്കണമെങ്കിൽ ദെൻ അസർടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ടു അസർടൈൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് പ്രോഡക്റ്റ്, സർവീസ് ഓർ ജോബ്. ഇറ്റ് ഡിറ്റർമിൻസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഈച്ച് പ്രോഡക്റ്റ്, സർവീസ് ഓർ ജോബ് ടു മേക്ക് പ്രോഫിറ്റ് and it also ascertain the actual profit made by them. Then third point is cost presentation, that is cost reporting. Then it refers to presenting or reporting of cost data to various managerial personnel to help them in decision making. Timely reporting adds more value to the cost information. Timely reporting adds more value to the cost information. അപ്പോൾ ഇവിടെ പറയുന്ന മൂന്നാമത്തെ പോയിന്റ് കോസ്റ്റ് പ്രസൻറ്റേഷൻ ആണ്. അപ്പോൾ കോസ്റ്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രസൻറ്റിംഗ് ഓർ റിപ്പോർട്ടിംഗ് കോസ്റ്റ് ഡാറ്റ ടു വേരിയസ് മാനേജീരിയൽ പേഴ്സണൽ ടു ഹെൽപ്പ് ദം ഇൻ ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കുകയാണ്. അതിന് കോസ്റ്റ് ശരിക്കും നമ്മളവിടെ എന്ത് ചെയ്യണം, കോസ്റ്റ് പ്രസൻറ്റ് ചെയ്തിരിക്കണം. അവിടെ നമ്മൾ പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു പ്രസൻറ്റിംഗ് ഓർ റിപ്പോർട്ടിംഗ് ഓഫ് കോസ്റ്റ് ഡാറ്റ ടു വേരിയസ് മാനേജീരിയൽ പേഴ്സണൽ to help them in decision making. That is the cost presentation or cost reporting. Then fourth point is cost comparison. One of the important scope of cost accounting, that means cost comparison. It is an important aspect of cost accounting and it is great help in decision making. It helps to compare the cost of production of different product or services as well as different period of time. It involves both in inter-firm comparison and intra-firm comparison. ഇൻ്റർഫേം കമ്പാരിസണോ ഇൻ്റർഫേം കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഒരു ഫേമിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പ്രോഡക്റ്റ് വൈസ് കമ്പാരിസൺ നമുക്ക് വേണമെങ്കിൽ ഇൻ്റർഫേം കമ്പാരിസൺ എന്ന് പറയാം. ഇൻട്രാഫേം കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷനാണ് ഇൻട്രാഫേം കമ്പാരിസൺ. അപ്പോൾ കോസ്റ്റ് കമ്പാരിസണിൽ ഇതിനോട് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഇറ്റ് ഹെൽപ്സ് ടു കമ്പയർ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ of different product or services as well as different period of time. It provides both inter-firm comparison and intra-firm comparison. Then next topic is one of the very important scope of cost accounting is cost control. Cost control, what is meant by cost control? Cost control regarded as the important activity of cost accounting. It ensures that actual cost of production does not exceed the predetermined standards. It is a process of guiding and regulating the cost. Cost control is exercised through the technique of standard costing and budgetary costing. Then എങ്ങനെയാണ് ഈ കോസ്റ്റ് കൺട്രോൾ സാധ്യമാവുക? അതായത് കോസ്റ്റ് കുറയ്ക്കാനാണ് നമ്മൾ കോസ്റ്റിംഗ് ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഏരിയ അല്ലെങ്കിൽ സ്കോപ്പ് എന്ന് പറയുന്നത് കോസ്റ്റ് കൺട്രോളാണ്. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പ്രൊഡക്ഷനും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനുമാണ്. ഓൾറെഡി നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എക്സ്പെൻസസിനെയും അതേപോലെ തന്നെ നമ്മൾ വിചാരിക്കണം ഒരു 1000 രൂപ എക്സ്പെൻസ് വരും, ആക്ച്വലി ഒരു 1200 നമുക്ക് എക്സ്പെൻസ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദെൻ അവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, കോസ്റ്റ് കൺട്രോൾ. കണ്ടോ, അപ്പോൾ നമ്മൾ 200 രൂപ നമ്മുടെ കോസ്റ്റ് കൂടിയിട്ടുണ്ട്, അതിനെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അവിടെ നമ്മളപ്പോൾ എന്ത് അപ്ലൈ ചെയ്യുന്നു, കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ്. അപ്പോൾ കൺട്രോളിങ് ടെക്നിക്സിൻ്റെ തന്നെ ആ ടേം നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു, കോസ്റ്റിൽ ഉപയോഗിക്കുന്നു. കൺട്രോളിങ്ങിൽ നമ്മൾ പ്രീ ഡിറ്റർമിൻ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കാം, ആക്ച്വൽ പെർഫോമൻസ് ഉണ്ടായിരിക്കാം, കമ്പാരിസൺ ഫോർ ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആൻഡ് ടേക്ക് ദ കറക്റ്റീവ് മെഷേഴ്സ്. ഇതാണല്ലോ കൺട്രോളിങ്ങിന് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ കോസ്റ്റ് കൺട്രോൾ പഠിക്കുമ്പോൾ കോസ്റ്റ് കൺട്രോൾ ഈസ് റിഗാർഡ് ആസ് ദ മേജർ ആക്ടിവിറ്റി ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇറ്റ് എൻഷുർസ് ദാറ്റ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡസ് നോട്ട് എക്സീഡ് ദ പ്രീ ഡിറ്റർമിൻ സ്റ്റാൻഡേർഡ്. ഇറ്റ് ഈസ് പ്രോസസ് ഓഫ് ഗൈഡിങ് ആൻഡ് റെഗുലേറ്റിംഗ് ദ കോസ്റ്റ്. Cost control is exercised through the techniques of standard costing and budgetary control. Cost control is exercised through the technique of standard costing and budgetary control. Standard costing-ലും budgetary control-ലും നമ്മൾ ഉപയോഗിക്കുന്ന one of the techniques ആണ് ഇത് cost control എന്ന് പറയുന്നത്. Then next one is cost reduction. Cost reduction is a continuous effort
to reduce the cost of production of goods and services without affecting their quality. അവിടെ നമ്മൾ കോസ്റ്റ് റിഡക്ഷൻ വെച്ചാൽ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുക. കോസ്റ്റ് റിഡക്ഷൻ ഈസ് എ കണ്ടിന്യൂസ് എഫേർട്ട് ടു റിഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദെയർ ക്വാളിറ്റി. അതിൻ്റെ ക്വാളിറ്റിയെ ഒട്ടും ബാധിക്കാതെ തന്നെ എന്ത് കുറച്ചു കൊണ്ടുവരിക, കോസ്റ്റ് കുറയ്ക്കുന്നൊരു പ്രോസസ്സിനെയാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് റിഡക്ഷൻ ഈസ് എ കണ്ടിന്യൂസ് എഫേർട്ട് ടു റിഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദെയർ ക്വാളിറ്റി. ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ എന്ത് മെയിൻറ്റെയിൻ ചെയ്യുക, കോസ്റ്റ് ടെക്നിക്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് കോസ്റ്റ് റിഡക്ഷൻ. ദെൻ 7th point is cost audit. Cost audit is the verification of the correctness of the cost accounts. It ensures that the cost accounts are correctly kept in accordance with the principles of costing employed in concern. It helps to detect errors and prevent frauds. അപ്പോൾ കോസ്റ്റ് ഓഡിറ്റിലെ കോസ്റ്റ് ഓഡിറ്റ് ഈസ് ദ വെരിഫിക്കേഷൻ ഓഫ് ദ കറക്റ്റ്നെസ് ഓഫ് ദ കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ്. അപ്പോൾ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെപ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ്, വൺ ഓഫ് ദി പ്രോസസ് കോസ്റ്റ്. വാട്ട് ഈസ് മെൻ ബൈ കോസ്റ്റ് ഓഡിറ്റ് ഈസ് ദ വെരിഫിക്കേഷൻ ഓഫ് കറക്റ്റ്നെസ് ഓഫ് ദ കോസ്റ്റ് അക്കൗണ്ട്സ്. നമ്മൾ ചെയ്തിരിക്കുന്ന കോസ്റ്റ് അക്കൗണ്ട്സ് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ കോസ്റ്റ് അക്കൗണ്ട്സ് ആർ കറക്റ്റ്ലി കെപ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോസ്റ്റിംഗ് എംപ്ലോയ്ഡ് ഇൻ ദ കൺസേൺ. Then it ensures that the cost accounts are correctly kept in accordance with the principles of costing employed in the concern. It helps to detect errors and prevent frauds. And എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് കോസ്റ്റ് അക്കൗണ്ട്സ് ആർ കറക്റ്റ്ലി കെപ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോസ്റ്റിംഗ് എംപ്ലോയ്ഡ് ഇൻ കൺസേൺ. ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് പ്രിവെൻറ്റ് ഫ്രോഡ്. ഇത് നമുക്ക് തെറ്റുകളോ അല്ലെങ്കിൽ ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് പ്രിവെൻറ്റ് ഫ്രോഡ്, നമ്മുടെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലായിട്ട് ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റക്ട് ദ എറേഴ്സ് ആൻഡ് പ്രിവെൻറ്റ് ഫ്രോഡ്. അപ്പോൾ അവിടെ സ്കോപ്പ് ഓഫ് ദി കോസ്റ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്, അവിടെ സ്കോപ്പ് ഓഫ് ദി ഫസ്റ്റ് വൺ ഈസ് കോസ്റ്റ് അസർടൈൻമെൻറ്റ്, സെക്കൻഡ് വൺ ഈസ് അസർടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി, third one is cost presentation and cost comparison, and fifth one is cost control and cost reduction and cost audit. These are the scope of cost accounting. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക് എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ഈസ് മെൻ ബൈ കോസ്റ്റിംഗ് അല്ലേ? അവിടെ എന്താണ് കോസ്റ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങി വെച്ച്. അതിലാദ്യം നമ്മൾ പറഞ്ഞത് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങിന് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, സെക്കൻഡ് വൺ ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് തേർഡ് വൺ ഈസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻസ് റിലേറ്റഡ് ടു ബിസിനസ്, that is to reveals profit or loss of the company. Then cost accounting is helpful for ascertaining the cost of production or services or job. Then management accounting techniques provide accounting information to the management for taking accurate decision. That is called as management accounting. അത് branches of accounting എടുത്തു കഴിഞ്ഞു. Then പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് what is meant by costing, what is meant by cost accounting and what is meant by cost accountancy. Then അവിടെ ICMA ഇംഗ്ലണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡെഫിനിഷൻസ് ഉണ്ട്. 3 ഡെഫിനിഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കുക. Then what are the limitations of financial accounting? വിട്ടുപോയൊരു പോയിൻ്റാണ്. what are the limitations of financial accounting? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ആ ദോഷങ്ങളെ മറികടക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എടുത്തു. ദെൻ what is the difference between costing and cost accounting? Cost accounting is a formal process, costing is an informal process. The next topic, last topics, what are the scope of cost accounting? Scope means depth and width of the subject is called as cost accounting. Then scope of cost accounting, first one is cost ascertainment, second one is ascertainment of profitability and cost presentation, cost comparison, cost control, cost reduction
ആൻഡ് കോസ്റ്റ് ഓഡിറ്റ്. ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് മെൻ ബൈ കോസ്റ്റ് കൺട്രോൾ, അതിൻ്റെ കൺട്രോളിങ് ടെക്നിക്സ്, അതേപോലെ തന്നെ വാട്ട് ഈസ് മെൻ ബൈ കോസ്റ്റ് ഓഡിറ്റ്, രണ്ടും 2 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കോസ്റ്റിംഗ്, കോസ്റ്റ് ഓഡിറ്റ്, കോസ്റ്റ് കൺട്രോൾ, പിന്നെ അതുപോലെ തന്നെ വാട്ട് ഈസ് മെൻ ബൈ കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് കൂടെ നിങ്ങൾ നോക്കാം. ദെൻ അവിടെ എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി, കോസ്റ്റ് പ്രസൻറ്റേഷൻ, കോസ്റ്റ് കമ്പാരിസൺ ആൻഡ് കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഓഡിറ്റ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു all.